ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഒട്ടും ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല. കുവൈറ്റിലെ മംഗാഫിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. കൂടുതൽ മലയാളികൾ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് വരുന്നത്. 10-ലേറെ പേർ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ആദ്യം വന്നിരുന്നു. അത് 20-ഉം കടക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരികയാണ്. പലരും കാണാതായ മലയാളികളുടെ ലിസ്റ്റുകൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും 49 പേർ മരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 50-ലേറെ പേർക്ക് പരിക്കുള്ളതായിട്ടുള്ള വാർത്തകളുണ്ട്. മരണസംഖ്യ കൂടാനുള്ള ഒരു സാധ്യത. ഇന്ന് രാവിലെ 4:30-ക്കാണ് NBTC ക്യാമ്പിൽ മംഗഫിൽ തൊഴിലാളികൾ താമസിക്കുന്ന NBTCയുടെ തൊഴിലാളി ക്യാമ്പിൽ തീപിടുത്തമുണ്ടായത്. 190-നടുത്ത് തൊഴിലാളികൾ അവിടെ താമസിച്ചിരുന്നു. 7 നിലകളായിട്ടുള്ള ഫ്ളാറ്റിൽ താമസിച്ചിരുന്നു എന്നാണ് വിവരം. ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീപിടുത്തമുണ്ടായത് എന്നുള്ള വിവരങ്ങൾ വരുന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് പുറപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളും വരികയാണ്. നോർക്കയുടെ CEO അല്പം മുൻപ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. നോർക്ക അവിടെ ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിക്കുന്നു, ഹെൽപ്പ് ലൈൻ സജ്ജമാക്കും. അത് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കും. അത് ഏത് നമ്പറിൽ വിളിക്കാം എന്നുള്ള വിവരങ്ങളൊക്കെയാണ് വരുന്നത്. ഏതായാലും സുവി വിശ്വനാഥൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. സുവി, നോർക്കയുടെ നിലപാടുകൾ, നോർക്ക ഏത് തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണെന്ന് ശ്രീ അജിത്ത് കൊളശ്ശേരി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോഴും വലിയ തരത്തിലുള്ള ഒരു ആശങ്ക കേരളത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം, അവിടെ പോയിരിക്കുന്ന മലയാളികളുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നു പലരും. വലിയ ആശങ്കയിലേക്ക് നാട് തന്നെ കടക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. എങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് സുവി? അപർണ, ആശങ്ക ഉയരുന്നു എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഈ ബുള്ളറ്റിൻ ആരംഭിക്കുമ്പോൾ 41 മരണം എന്നാണ് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിരുന്നത് എങ്കിൽ ആ മരണസംഖ്യ ഉയരുന്നു എന്നാണ് എനിക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. 49-ലേക്ക് മരണം കടന്നിരിക്കുന്നു. 21 ഇന്ത്യക്കാർ, 11 മലയാളികൾ എന്ന വിവരം തന്നെയാണ് ഇപ്പോഴും ലഭ്യമാകുന്നത്. ഒരു ലിസ്റ്റ്, മരിച്ചവരുടേത് അല്ലെങ്കിൽ കാണാതായവരുടേത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് നമുക്കും ലഭ്യമായിട്ടുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നോർക്ക ഉൾപ്പെടെ അവർ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, കുവൈറ്റ് മന്ത്രാലയത്തിന്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയോ ഭാഗത്തുനിന്ന് വരാത്തതുകൊണ്ട് അവരുടെ പേര് വിവരങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. നിലവിൽ കൊല്ലം ഓയൂർ സ്വദേശിയായ ഷമീർ, അയാൾ ഡ്രൈവറായിരുന്നു, അദ്ദേഹമാണ് മരിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഏതായാലും ഏറ്റവും ദുഃഖകരമായ സംഭവം ഒരു ലേബർ ക്യാമ്പിൽ, മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ലേബർ ക്യാമ്പിൽ തൊഴിലാളികൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വൻ തീപിടുത്തം ഉണ്ടാകുന്നു. ഈ ഫ്ളാറ്റിന്റെ താഴത്തെ നിലയിൽ നിന്നാണ് തീ പടർന്നു പിടിക്കുന്നത്. അത് 6-ാം നിലയിലേക്ക് വരെ എത്തുന്നു. ഇവിടെ സംസാരിച്ചവരുടെ വിവരങ്ങളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു റൂമിൽ 3 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല എന്നാണ് സംസാരിച്ച KMCC-യുടേതും മറ്റു ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ എല്ലാം തന്നെ പറഞ്ഞത്. എന്താണ് ഇതിന് യഥാർത്ഥ കാരണം? ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കെയർ ടേക്കർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഏതായാലും കെട്ടിടം ഉടമ മലയാളിയാണ്. KG എബ്രഹാം എന്ന് പറയുന്ന മലയാളിയാണ്. പത്തനംതിട്ട, ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നുള്ള